നമസ്കാരം. എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? നമുക്ക് രണ്ടാമത് ലോങ് വീഡിയോ സെറ്റിങ്ങിലേക്ക് കിടക്കാം അല്ലേ. ആദ്യം കുറച്ച് ലോങ് വീഡിയോസ് ടീച്ചർ എടുത്തിരുന്നു. അതിനുശേഷം പിന്നെ അത് കംപ്ലീറ്റ് ആക്കാനായിട്ട് ലൈവിലേക്ക് പോയി ടീച്ചറിൻ്റെ കാരണങ്ങളൊക്കെ പറഞ്ഞു അല്ലേ. ടീച്ചറിനെ ഹെൽപ്പ് ചെയ്യണ പിള്ളേരൊക്കെ ബിസിയായി. ആൽവിനാണെങ്കിലും ബ്രദർ ഹോസ്പിറ്റലിലായപ്പോൾ അവനാണ് ബൈസ്റ്റാൻഡർ. അപ്പോൾ അങ്ങനെയുള്ള ചില പ്രശ്നങ്ങൾ വന്നതുകൊണ്ട് ലോങ് വീഡിയോ പെൻഡിങ്ങിൽ വന്നു. അപ്പോൾ കുറച്ച് പേര് ചോദിച്ചു മറ്റേ വീഡിയോ ഇടുന്നില്ല ടീച്ചറേന്ന്. അപ്പോൾ അവർ ലൈവ് അങ്ങനെ കാണുന്നില്ല, ലോങ് വീഡിയോയാണ്. ലൈവിൽ പിന്നെ ഒരു പ്രശ്നമുണ്ട്, എക്സ്പെരിമെൻറ്റ്സ് ഒക്കെ കാണിക്കാനൊക്കെ ബുദ്ധിമുട്ടാണ്, ആക്ടിവിറ്റീസ് ബുദ്ധിമുട്ടാണ്. അപ്പം രണ്ടാമത് ടീച്ചറിനെ കൊണ്ട് പറ്റുന്ന വിധത്തിൽ ടീച്ചർ എഡിറ്റ് ചെയ്ത് വിടാമെന്ന് വിചാരിക്കുന്നത്. കഴിഞ്ഞ ജൂലൈ 21 കണ്ടില്ലേ നിങ്ങൾ? അത് ആൽവിൻ എഡിറ്റ് ചെയ്യണ പോലെയൊന്നും ആയില്ല, തമ്പനയിലൊക്കെ ശോകമായിരുന്നു. അപ്പോൾ അവരൊക്കെ ഫ്രീ ആയിട്ട് വന്നത് വരെ നമുക്കിങ്ങനെയൊക്കെ പോവാം. കേട്ടോ, ടീച്ചർക്ക് ഇഷ്ടം ലോങ് വീഡിയോയാണ്, പക്ഷെ പറ്റാത്തതുകൊണ്ടാണ് കേട്ടോ. അപ്പോൾ ഇന്ന് ചെറിയൊരു റിവിഷനും ഒപ്പം ക്ലാസ്സും എടുക്കാം. നമ്മളുടെ ഇന്നത്തെ എയ്ഡ് ഇതാണ്. എന്താണിത് അറിയാമല്ല? കണ്ണാടി അല്ലേ. ഇതിനൊരു വാലൊക്കെ ഉണ്ട്, വാൽക്കണ്ണാടി എന്ന് പറയും. ടീച്ചർക്കൊരു ഫ്രണ്ട് പ്രസൻറ്റ് ചെയ്തതാണിത്. അപ്പോൾ ഇന്ന് പഠിപ്പിക്കുന്ന അക്ഷരങ്ങൾ 8 അക്ഷരത്തിൽ 4 നമ്മൾ ഓൾറെഡി പഠിച്ചു കഴിഞ്ഞതാണ്. എന്നാലും ഒന്നും കൂടി റിവിഷനായിട്ട് വരും, എന്നാലും അതിൻ്റെ ഒരു കണ്ടിന്യൂഷൻ വരുള്ളൂ കേട്ടോ. അപ്പോൾ രാ ഇന്ന് കണ്ണാടി നോക്കും. ഏതക്ഷരമാണ് രാ? നമ്മൾ റാ ഉള്ളിലേക്ക് വളച്ച് വെച്ചില്ലേ? രാ ഒന്ന് കണ്ണാടി നോക്കും. കണ്ണാടി നോക്കുമ്പോൾ എന്താ കാണുന്നത്? രായെ തന്നെ കാണുമോ അല്ലെങ്കിൽ വ്യത്യാസമായിട്ട് എന്തെങ്കിലും കാണുമോ? രായയുടെ ഛായ കാണും അല്ലേ. ആ രായയുടെ ഛായ രായുമായിട്ട് കൂട്ടായി, രണ്ടുപേരും ഫ്രണ്ട്സായി, രണ്ടുപേരും വർത്തമാനമൊക്കെ തുടങ്ങിക്കഴിഞ്ഞപ്പോൾ രാ ചോദിച്ചു, നിന്നെ കാണാൻ നല്ല ഭംഗിയുണ്ടല്ലോ, നിനക്ക് വലിയ ഫ്രണ്ട്സൊക്കെ ഉണ്ടോ, ഇതുപോലുള്ള കൂട്ടുകാരത്തികളും കൂട്ടുകാരന്മാരൊക്കെ ഉണ്ടോ നിനക്ക്? അപ്പോൾ രായുടെ ഛായ പറഞ്ഞു, പിന്നെ എനിക്ക് ഒത്തിരി ഫ്രണ്ട്സ് ഉണ്ട്, നിനക്ക് കാണണോ? ഞാൻ വിളിക്കാം. പക്ഷെ അവരൊക്കെ ക്യാറ്റ് വാക്കിലേ വരുള്ളൂ കേട്ടോ, ഭയങ്കര ഫാഷൻ ഷോ ഒക്കെ നടത്തുന്ന ആളുകളാണെന്ന് പറഞ്ഞു. ഓക്കെ, അവരെ വിളിച്ചോളൂ എന്ന് പറഞ്ഞു. അങ്ങനെ രായുടെ ഛായ ആദ്യം തന്നെ വിളിക്കുന്ന ആൾ നമ്മുടെ ഘ. ഘ നല്ല ഭംഗിക്ക് നടന്നു വന്നു. എന്നിട്ട് ഘ പറഞ്ഞു, ഞാനാണ് ഘ, നിങ്ങളുടെ സുഖത്തിലും ദുഃഖത്തിലുമൊക്കെ ഞാനുണ്ട്. മുഖം മനസ്സിൻ്റെ കണ്ണാടിയാണ് അല്ലേ, മുഖത്തിലും ഞാനുണ്ട്. എന്നെ എഴുതാൻ എളുപ്പമാണ്. ഛായയോടുകൂടി ഒരു ചെറിയ വാലും ഒരു കൊമ്പും, ഇത് മതി എന്നെ എഴുതാൻ. അങ്ങനെ ഘ അവതരണം നടത്തി അവിടെ മാറി നിന്ന്. അടുത്ത ആൾ വരുന്നു. അടുത്ത ആൾ ആരാണ്? ബ, ബലൂണിൻ്റെ ബ. ഒത്തിരി ബലൂൺസുമായിട്ടാണ് വരുന്നത്, പലതരം ബലൂൺസുമായിട്ട് വന്ന് അവിടെ നിന്ന്. എനിക്ക് പറഞ്ഞു, കുട്ടികൾക്ക് എന്നെ ഭയങ്കര ഇഷ്ടമാണ്, ഞാനാണ് ആനിവേഴ്സറിക്കും പ്രവേശനോത്സവത്തിനും സബ് ജില്ലാ മത്സരങ്ങൾക്കും എന്ത് പരിപാടിക്കും ഞാനാണ് അവിടെ കുട്ടികളോടൊപ്പം നിൽക്കുന്നത് എന്ന് പറഞ്ഞു. അങ്ങനെ എന്നെ എഴുതാൻ വളരെ എളുപ്പവുമാണെന്നൊരു അവതരണം നടത്തി. എങ്ങനെയാണ് എന്നെ എഴുതണേന്ന് അറിയാമോ? അപ്പോൾ രാ പറഞ്ഞു, എനിക്കറിഞ്ഞൂടാ. അതേ കണ്ടോളൂ എന്ന് പറഞ്ഞ് വാ തന്നെ എങ്ങനെ എഴുതണം എന്ന് അവതരിപ്പിച്ചു. എങ്ങനെയാണ്? രായുടെ ഛായയോടുകൂടി ഒരു വാ ചേർക്കുമ്പോൾ ബ, ബലൂണിൻ്റെ ബയായി, ബലവാൻ, ബിന്ദു എന്നൊക്കെ പറയുന്ന വാക്കുകൾ അതിൽ നിന്ന് കിട്ടും. അങ്ങനെ ബലൂൺസുമായിട്ട് തന്നെ ബ അവിടെ പോയി നിൽക്കും ഗായുടെ കൂടെ. അടുത്ത് വന്നത് ണ. ണ പയ്യനിങ്ങനെ നടന്നു വരും. അപ്പം അതിൻ്റെ പുറകെ ഇൺ ഉണ്ട്. രണ്ടുപേരും ഏതാണ്ട് ഒരുപോലെ ഇരിക്കും. രാ പറയും, നിങ്ങളെയൊക്കെ ഞാൻ കണ്ടിട്ടുണ്ടെന്ന് മുന്നേ പരിചയപ്പെട്ടിട്ടുണ്ടെന്ന് പറയും. നിങ്ങൾ ഓർക്കുന്നില്ലേ, നമ്മളൊരു കോയിൻസിൻ്റെ ക്ലാസ് എടുത്തപ്പോൾ പഠിച്ചത് ണായും ഇണ്ണും അല്ലേ. അപ്പം ണ വന്നിട്ട് പറയും, സ്കൂളിൽ കുട്ടികളെ കയറ്റുന്നതും ഇറക്കുന്നതൊക്കെ ഞാൻ തന്നെ, മണിയടിക്കും, നും നിം എന്ന് പറഞ്ഞാൽ മണിയടിച്ച് ഞാൻ അവരെ വിടും. പിന്നെ എന്നെ എഴുതാൻ എളുപ്പമാണ്, രായുടെ ഛായയോടുകൂടി ഒരു നാ ചേർത്താൽ നായായി എന്ന് പറഞ്ഞു. അപ്പോൾ ഇൺ പറയും, നായുടെ ചില്ലക്ഷരമാണ് ഞാൻ, ഇൺ. കൂൺ, തൂൺ, കൺപീലി, കൺമഷി എന്നൊക്കെ എഴുതണത് ഞാൻ ആണെന്ന് പറയും. അങ്ങനെ ഇണ്ണും അവിടെ മാറി നിൽക്കും നായോടുകൂടി. അത് കഴിഞ്ഞ് വന്നപ്പോഴത്തേക്കാണ് തലയിലൊരു ചുമടക്കയായിട്ട് ഒരാൾ വരുന്നത്. അദ്ദേഹം വന്നിട്ട് പറയും, ഞാനാണ് നവര, എന്നെ ഞവര എന്നും പറയും. ആയുർവേദ ട്രീറ്റ്മെൻറ്റിനൊക്കെ നവരക്കിഴി, പിന്നെ നവരച്ചോറ്, നവരാരി എല്ലാം എന്നിൽ നിന്നാണ്. പിന്നെ കുട്ടികൾക്ക് ഏറ്റവും ഇഷ്ടമുള്ള ദിവസം ഞായർ അല്ലേ. പിന്നെ ഞണ്ട്, ഇതൊക്കെ
ഞാൻ വഴിയാണ് എഴുതുന്നത്. എന്നെ എഴുതാൻ എളുപ്പമാണ്. രായുടെ ഛായയോടുകൂടി ഒരു താ ചേർത്താൽ ഞാനായി. അങ്ങനെ ഞായുടെ അവതരണം കഴിഞ്ഞപ്പോൾ രാ പറയും, ഓ നീ നല്ല പ്രവൃത്തിയാണ് ചെയ്യുന്നത്. ആയുർവേദ ചികിത്സയിൽ നിൻ്റെ നേട്ടം ഞങ്ങൾക്ക് എന്നും ഉണ്ടാവട്ടെ, എല്ലാവരോടും കൂടെ നീ നല്ലത് വരട്ടെ നിനക്കെന്നും പറഞ്ഞ് ആശംസിച്ച് ഞായെ മറ്റവരുടെ കൂട്ടത്തിലേക്ക് പറഞ്ഞു വിടും. അപ്പോൾ അതേ ഒറിജിനൽ ക്യാറ്റ് വാക്കിൽ അടുത്ത ആൾ വരുന്നു. ങ്യാവ് ങ്യാവ് എന്നും പറഞ്ഞ ഒരാൾ വരുന്നു. ആരാണ് അയാൾ? പൂച്ച. നമ്മുടെ ശരിയായ പൂച്ച വരും. പൂച്ച ഇങ്ങനെ ക്യാറ്റ് വാക്കിൽ വന്ന് നിന്നിട്ട് ങ്യാവ് ങ്യാവ് എന്നും പറഞ്ഞ് നിന്നിട്ട് പറയും, ഞാനാണ് പൂച്ച. ങ്യാവ് ങ്യാവ് പറയണ പൂച്ച. ഇനി എന്നെ എഴുതാൻ വളരെ എളുപ്പമാണ്. രായുടെ ഛായയോടുകൂടി ദയയുടെ ദാ ചേർത്താൽ മതി. അങ്ങനെ ങ്യാവ് ങ്യാവ് പറഞ്ഞ് പൂച്ചയും അവരുടെ കൂട്ടത്തിൽ കൂടി പോയി നിൽക്കും. അപ്പോൾ നമ്മൾ 6 അക്ഷരങ്ങൾ അല്ലേ? ഏതൊക്കെയാണ്? ഘ, പിന്നെ ബ, ണ, ഇൻ, ഞ, ങ. അങ്ങനെ അവർ നിരന്ന് നിൽക്കണേ. അപ്പം വീണ്ടും രായും ഛായയും കൂടി സംസാരിച്ചു. നീ എൻ്റെ ഫ്രണ്ട്സിനെയൊക്കെ കണ്ടില്ലേ? രാ പറഞ്ഞു, എനിക്ക് ഇഷ്ടപ്പെട്ടു കേട്ടോ, നിൻ്റെ ഛായയെയും നിൻ്റെ ഫ്രണ്ട്സിനെയും എനിക്കിഷ്ടപ്പെട്ടു. എൻ്റെ ഛായ, നിൻ്റെ ഛായ അല്ല, എൻ്റെ ഛായയെയും, എൻ്റെ ഛായയാണ് നീ, എനിക്കിഷ്ടപ്പെട്ടു കേട്ടോ എന്ന് പറയും. അപ്പം ഇനി രായുടെ ഛായ, ആ ഛായ എന്നുള്ള വാക്ക് എഴുതാനായിട്ട് 2 അക്ഷരം അല്ലേ? ഛ, അതെഴുതാൻ എളുപ്പമാണ്. സാധാരണ നമ്മൾ ച പറയൂലേ, അതിൻ്റെ കൂടെ രായ അങ്ങോട്ട് ചേർക്കുക. അപ്പോൾ തന്നെ എന്തായി? ഛ എന്നുള്ള അക്ഷരം. അതിൻ്റെ ഉച്ചാരണം എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മുടെ ഛായയോടുകൂടി ഹ ശബ്ദം ചേർക്കുക. ഛ ഉറപ്പിച്ച് പറയുക. ഇനി യായ എഴുതാൻ അതിലേലും എളുപ്പമാണ്. നമ്മൾ ഹൃദയത്തിൽ എന്താ ഉള്ളത്? ദയ അല്ലേ? അപ്പോൾ സ്നേഹമൊക്കെ ഉണ്ടല്ലേ? നമ്മൾ സാധാരണ സ്നേഹം എന്നുള്ള എൻ്റെ ചിഹ്നമൊക്കെ എങ്ങനെയാണ്? ഒരു ലവ് ചിഹ്നമാണ് ഉപയോഗിക്കുന്നത് അല്ലേ? ആ ലവ് ചിഹ്നത്തിന് ഒരു വാല് കൊടുത്താൽ എന്തായി? യായായി കേട്ടോ. വളരെ എളുപ്പമാണ്. അപ്പോൾ നമ്മുടെ 8 അക്ഷരം ഇന്ന് കഴിഞ്ഞു. ഇങ്ങനെ നമുക്ക് എഴുതണേ നോക്കാം കേട്ടോ. ര, കണ്ണാടി. കണ്ണാടിയുടെ ഈ ഭാഗം മിനുസം, ഈ ഭാഗം രസം പൂശ്യം. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് തുല്യകലത്തിൽ രായുടെ ഛായ അല്ലേ? അവരുടെ സംഭാഷണമൊക്കെ നമ്മൾ പഠിച്ചതാണ്. ഇനി ആദ്യം വരുന്നത് ആരാണ്? ഘ, നഖത്തിൻ്റെ ഘ, ഛായയോടുകൂടി ചെറിയ വാല്, കൊമ്പ്. ഓക്കെ. നഖം, മുഖം എന്നൊക്കെയുള്ള സുഖം, ദുഃഖം എന്നൊക്കെയുള്ള വാക്ക്. അടുത്തത് ആരാണ്? ഛായയോടുകൂടി വ, ബലൂണിൻ്റെ ബ, ബലവാൻ, ബലം, ബിന്ദു എന്നൊക്കെ ഉള്ളത് കേട്ടോ. ഓക്കെ. അടുത്തതാരാണ് വരുന്നത്? ഛായയോടുകൂടി ന. അപ്പോൾ ആരാണത്? ണ, ണ, മണി, പണം എന്നൊക്കെ ഉള്ളത്. അടുത്തതാരാണ്? ഛായയോടുകൂടി ണയുടെ ചില്ലക്ഷരം ഇൺ, കോൺ, തോൺ, കൺമഷി, കൺപീലി, ഇൺ. ഓക്കെ. അടുത്തത് ഛായയോടുകൂടി ത, അതാണ് ഞ, ഞവര, ഞണ്ട്, ഞായർ, ഞാൻ എന്നൊക്കെ ഉള്ളത്. അടുത്തതാരാണ്? ഛായയോടുകൂടി ദയയുടെ ത, ങ, ഞാവ്, ഞാവിൻ്റെ ങ. ഓക്കെ. നമ്മൾ 2 അക്ഷരം പഠിച്ചത് ഏതാണ്? ഛ അല്ലേ? ഇതാണ് ഛ. അതെന്താണ്? നമ്മുടെ ഛായും രായും ചേർത്ത് എഴുതുന്നതാണ് ഛ അല്ലേ? ഛ. അതിൻ്റെ ശബ്ദം എങ്ങനെയാണ്? ച, ച, ഹ, ഛ. ഉറപ്പിച്ച് പറയുക. ഓക്കെ. ഇനി അടുത്തത് നമ്മൾ പഠിച്ചത് യ. യ പഠിക്കാനായിട്ട് നമ്മളൊരാളെ കണ്ടുപിടിച്ചില്ലേ? അതാരാണ്? നമ്മുടെ ലവ് ചിഹ്നം അല്ലേ? എന്താ ലവ് ചിഹ്നം. ഇങ്ങനെ ലവ് ചിഹ്നത്തിന് ഒരു വാല് കൊടുത്തേ. കണ്ട, യായില്ലേ? യദു, യാമിനി എന്നൊക്കെയുള്ള വാക്കാണ് യായിലുള്ളത്. അപ്പോൾ നമ്മൾ യായും പഠിച്ചു. എല്ലാ അക്ഷരങ്ങളും നമ്മളിന്ന് പഠിച്ചു കഴിഞ്ഞു കേട്ടോ. ഓക്കെ. നമ്മൾ പഠിച്ച അക്ഷരങ്ങൾ ഒരിക്കൽ കൂടി പറയാം. 8 അക്ഷരങ്ങൾ: ഘ, ബ, ണ, ഇൺ, ഞ, ങ, ഛ, യ. എഴുതി പഠിക്കണം, വായിക്കണം. ടീച്ചർ ഇതുപോലെ വലിയ ക്ലാരിറ്റിയും വലിയ ഭംഗിയൊന്നും ഉണ്ടാവില്ലെങ്കിലും നമുക്ക് അക്ഷരങ്ങൾ പെട്ടെന്ന് തീർക്കാൻ നോക്കാം കേട്ടോ. ചെറിയ ചെറിയ വീഡിയോയിൽ ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് നല്ല പ്രവർത്തനങ്ങളൊക്കെ ചെയ്യണ്ടേ? ടീച്ചർക്ക് അതാണ് ഇഷ്ടം. വളരെ ഇഷ്ടമാണ് ടീച്ചർക്ക് നല്ല നല്ല ആക്ടിവിറ്റീസ് ചെയ്യാനായിട്ട്. അക്ഷരം പഠിച്ചാൽ അതൊക്കെ സാധിക്കുകയുള്ളൂ അല്ലേ? അപ്പോൾ എല്ലാവരും നന്നായിട്ട് പഠിക്കുക, നല്ല കുട്ടികളായിട്ട് ഉയരങ്ങളിലേക്ക് പോവുക. മലയാള അക്ഷരം പഠിക്കാതെ പോകരുത്, മലയാളം നന്നായിട്ട് പഠിക്കണം കേട്ടോ. എല്ലാം പഠിക്കണം, കൂട്ടത്തിൽ കൂടി മലയാളം വിട്ടുകളയരുത്. ഓക്കെ, താങ്ക് യു.